ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ്. അദ്ദേഹം കേരളത്തിലെ ഗവർണറാണ് എന്ന കാര്യം തന്നെ മറന്നുപോവുകയാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ നടപടികൾ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. അതാണല്ലോ ജസ്റ്റിസ് നരിമാൻ്റെ പ്രതികരണം കാണിക്കുന്നത്. എത്ര അനവധാനതയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നടപടി സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒന്നാണല്ലോ. യൂണിവേഴ്സിറ്റികളിൽ സെനറ്റിൽ ആളുകളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് ചാൻസലർ എന്ന നിലക്ക് സ്വീകരിക്കേണ്ട നിലപാട് യൂണിവേഴ്സിറ്റിയുടെ പാനൽ വാങ്ങി അതിൽ നിന്ന് ആളെ നിയമിക്കലാണ്. യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എവിടുന്നാണ് ചാൻസലർക്ക് കിട്ടുന്നത്? എൻ്റെ വിവേചനാധികാരമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റി പാനലിലാണ്. യൂണിവേഴ്സിറ്റി പാനലിലെ പേരുകളിൽ നിന്ന് വിവേചനാധികാരം ഉപയോഗിച്ച് എടുക്കുന്നത് മനസ്സിലാക്കാം. എവിടുന്നാണ് യൂണിവേഴ്സിറ്റി അല്ലാതെ ഇദ്ദേഹത്തിന് പേരുകൾ നൽകുന്ന കേന്ദ്രമുണ്ടായത്? സ്വയമേവ വ്യക്തിപരമായി അദ്ദേഹത്തിന് ആളെ കണ്ടെത്താൻ കഴിയും. ഏതോ ഒരു കേന്ദ്രത്തിൻ്റെ സഹായമുണ്ടായി എന്നാണല്ലോ അത് വ്യക്തമാക്കുന്നത്. അത് മാധ്യമങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. RSSൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടിയെടുത്തത്. ആ വാർത്ത സ്ഥിരീകരിക്കും വിധമാണല്ലോ ഈ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച പേരുകൾ സാധാരണ നിലക്കുള്ള വ്യത്യസ്ത യോഗ്യതകളുള്ള പേരുകളായിട്ടും മറ്റ് യോഗ്യതകളെല്ലാം തള്ളി RSS ആണ് എന്ന യോഗ്യത മാത്രം അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം നിയമനം നടത്തിയത്. ഇതാണല്ലോ പ്രശ്നം. RSSൻ്റെ നിർദ്ദേശമനുസരിച്ച് പേരുകൾ കൊടുത്തുവെന്ന് ആക്ഷേപം വരുമ്പോഴാണല്ലോ ഈ നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ അതിൻ്റെ ഏറ്റവും വലിയ യോഗ്യത RSSകാരാണ് എന്ന നില വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ശക്തമായി പ്രതികരിക്കുന്ന ആ കാര്യത്തിലാണല്ലോ. വിദ്യാർത്ഥികൾ നല്ല നിലയിൽ യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി പ്രത്യേക യോഗ്യതയൊന്നും ഇല്ലാത്ത RSS ആണ് എന്ന യോഗ്യത മാത്രം അടിസ്ഥാനപ്പെടുത്തി നിയമിച്ചു എന്നതാണല്ലോ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ഇടയാക്കിയിട്ട്. ഈ പ്രതിഷേധിക്കുന്നവരുടെ നേരെ എങ്ങനെയാണ് ഇത്ര പരുഷമായ വാക്കുകൾ ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്?